ഒന്നും അറിയാത്ത ഒരുപാട് പേര് ഇതിന്റെ ഭാഗമാണ്. അവരുടെയൊക്കെ ജീവിതം തകർത്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റുമോ പൂജ? എടോ, താൻ പറയുന്നൊക്കെ ശരിയാ, പക്ഷെ എന്റെ മാനസികാവസ്ഥയോട് മനസ്സിലാക്കണം. ഇത്രയും കാലം അതൊക്കെ മനസ്സിലാക്കി തന്നെയല്ലേ ഞാൻ കൂടെ നിന്നേ. അതുപോലെയാണോ ഇപ്പൊ എന്താ പ്രത്യേകത? ഒരു പ്രത്യേകതയില്ല. അന്ന് ഞാനും താനും 2 വ്യക്തികളായിരുന്നു. പക്ഷെ ഇപ്പോ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാ. താൻ കെട്ടി താലി എന്റെ കഴുത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് എന്താ കുഴപ്പം? നമ്മൾ എങ്ങനെ ജീവിക്കുന്നു നമ്മൾ മാത്രം അറിഞ്ഞാ പോരെ? നമ്മൾ അറിയുന്നതാണല്ലോ കുഴപ്പം. പണ്ട് തന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് യാതൊരു മനസാക്ഷിക്കുത്തും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓരോ നിമിഷവും ഞാൻ നേറിക്കൊണ്ടിരിക്കുക. എന്തിന്? അത് പറഞ്ഞ തനിക്ക് മനസ്സിലാവില്ല. ഒരു പെണ്ണിന് മാത്രമേ അത് മനസ്സിലാവൂ. എല്ലാം അറിഞ്ഞുകൊണ്ടാ താൻ എന്റെ കൂടെ നിൽക്കുന്നത്. പക്ഷെ അതേ ഒരു രീതിയിലും എനിക്ക് തന്നോട് നീതി കാണിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴെന്നല്ല, ഒരു പക്ഷെ ഈ ജന്മം മുഴുവൻ. എന്റെ ജീവിതവും ഇങ്ങനെ എനിക്ക് വേണ്ടി താനും കൂടി. തനിക്ക് വേണ്ടിയല്ലാതെ ഞാൻ പിന്നെ വേറെ ആർക്ക് വേണ്ടിയാണോ? ഈ ജന്മമൊന്നല്ല, വരുന്ന എല്ലാ ജന്മങ്ങളിലും ഇങ്ങനെ തന്നെ ഞാൻ തനിക്ക് വേണ്ടി മാത്രം ജീവിക്കും. കേൾക്കുന്നവർ വിചാരിക്കും എനിക്ക് ഭ്രാന്താണ്. പക്ഷേ ഈ ഭ്രാന്ത് എനിക്കിഷ്ടമാണ്. കാരണം ഞാൻ തന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. ഈ സ്നേഹത്തിൻ്റെ നിർവചനങ്ങളൊന്നും എനിക്കറിയില്ല പൂജ. നീ എന്നെ ഒഴിവാക്കിയാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല. ആദ്യം എന്താ ഒന്നും പറയത്തെ?